ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാ ദിവസവും ചെയ്താലും ആരും അറിയാത്തതും കാണാത്തതും, എന്നാൽ ഒരു ദിവസം അത് ചെയ്യാതിരുന്നാൽ എല്ലാവരും അറിയുകയും അതിന് ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് വീട്ടുജോലി, അല്ലെ? വീട്ടുജോലികൾ നമ്മൾ എത്ര ജോലികൾ ചെയ്താലും ഒരാളും അറിയില്ല. കാരണം എല്ലാവർക്കും സമയാസമയങ്ങളിൽ എല്ലാ സാധനങ്ങളും കയ്യിൽ എത്തും. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ കിടപ്പിലായാൽ ഇതെല്ലാം പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഓഫ് ആകുമ്പോഴാണ് ഇവർ അറിയുന്നത്. ഇത്രയും ദിവസങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു തടസ്സമില്ലാതെ ഇതെല്ലാം എത്തിക്കൊണ്ടിരുന്നത് ഇതെന്തുകൊണ്ട് നിന്നുപോയിന്ന് അപ്പം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, അല്ലേ? അല്ലാതെ ഒരിക്കലും നമ്മൾ എന്തെല്ലാം വീട്ടുപണികൾ ചെയ്ത് അവർക്ക് വേണ്ടി സർവീസ് ചെയ്താലും ആരും അത് മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ നിൽക്കാറില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ ഇൻഡസ് വാലിയുടെ 2 പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നമുക്ക് കറിയൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ചട്ടിയുടെ ഷേപ്പുള്ള ഒരു പാത്രമുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര കട്ടിയുള്ള ഒരു പാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ പിടിക്കാതെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇതിന് നല്ലൊരു ഗ്ലാസ് ലിഡും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹാൻഡിലുകളൊന്നും വിട്ടുപോയി. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ കുറഞ്ഞ പാത്രങ്ങൾ മേടിക്കുമ്പോൾ ഈ ഹാൻഡിലുകളെല്ലാം വിട്ടു തൂങ്ങിപ്പോയിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഭംഗിക്കുറവും അത് കിച്ചണിൽ മൊത്തത്തിൽ ഭംഗിക്കുറവുണ്ടാക്കും. അതുപോലെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളുടെ കൈ പൊള്ളാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വേറെ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം നമ്മൾ കൊടുക്കാറില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആരും അടുക്കളയിൽ പാചകം ചെയ്യുന്ന കിച്ചൺ വെയറുകൾക്ക് വേണ്ടി നമ്മൾ പൈസ എന്തുകൊണ്ട് മുടക്കുന്നില്ല? വില കൂടുതലാണ് പറഞ്ഞിട്ട് നമ്മളതിനെ തള്ളിക്കളയുക ചെയ്യുന്നത്. എന്നിട്ട് വില കുറഞ്ഞ പാത്രങ്ങൾ നമ്മൾ ഒരുപാട് മേടിക്കും, അല്ലെ? ഒന്ന് കേടാകുമ്പോൾ അടുത്തത് മേടിക്കും. പിന്നീട് മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ പഴയ പാത്രത്തിൽ കോട്ടിങ് പോയ പാത്രത്തിലൊക്കെ തന്നെ നമ്മൾ പാചകം ചെയ്ത് നമ്മളുടെ ഫാമിലിയുടെ ആ ഒരു ഹെൽത്തിനെ തന്നെ നമ്മൾ നശിപ്പിക്കാനാണ് സാധാരണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പുതിയ ഒരു നല്ലൊരു ഷേപ്പുള്ള ഒരു പാത്രം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റോക്ക് പോട്ടില്ലേ, അത് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളതായി. അതിന്റെ ഒരു പകുതി ഹൈറ്റിലാണ് ഈ ഒരു പാത്രം വന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഒരു ഹാൻഡിൽ എന്നൊക്കെ പറഞ്ഞത് എത്ര വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും തറ പൊട്ടിയാലും ഇത് പൊട്ടിപ്പോകില്ലെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൂടിയിട്ട് കൈമാറി കൊടുക്കാനും സാധിക്കും. അപ്പൊ ഇതിന്റെ താഴെ വശത്തുപോലെ നമ്മുടെ ഈ ഫ്രൈ പാനിനെ പോലെയൊക്കെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സവാള വഴറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഈ കുഴിവെള്ള പാത്രങ്ങളാകുമ്പോൾ വഴന്ന് കിട്ടാനായിട്ട് ലേറ്റ് ആവും. അപ്പൊ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാത്രമായിരുന്നു. അതിപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഗ്ലാസ് ലിഡുണ്ട്. ഗ്ലാസ് ലിഡിൽ ഇതുപോലെ ഒരു ഹോള്, കൂടുതലായിട്ടുള്ള ആവി പുറത്തേക്ക് പാടിയിട്ടുള്ള ഹോളുമുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മളുടെ പാത്രം. ഇനി രണ്ടാമത്തത് ഒരു ഇത് അയണിന്റെ പാത്രമാണ്. അയൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഷീറ്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഹാൻഡിലും എല്ലാം ഒന്നിച്ച് ഉരുക്കി ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നല്ല തിക്കായിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത സ്റ്റീലിന്റെ ഹാൻഡിലാണ്. പിന്നെ കൈകൊള്ളാതിരിക്കാനുള്ള സിലിക്കണൈറ്റിന്റെ ഒരു കവർ കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള, അന്ന് നമ്മുടെ വോക്ക് പോലെ അത്രയും വലുതല്ല, അതിനേലും കുറച്ചു കൂടിയിട്ട് ചെറുതാണ്. വോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെയാണ് വോക്ക് ഇരിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതിന്റെ ഇത് ബോട്ടം പരന്നത് തന്നെയാണ്. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടമാണ്. പിന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇപ്പൊ സ്റ്റീലിന്റെ ഇതാണെന്നുണ്ടെങ്കിലും നല്ല വെയിറ്റ് ആണ്. ആ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പാചകം കൂടുതൽ അടിക്ക് പിടിക്കാതെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ 2 പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും 100% ഫുഡ് സേഫ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേർ വരെയുള്ള വീടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കെമിക്കൽ കോട്ടിംഗ് ഇല്ലാതെ 100% ഫുഡ് സേഫ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ സ്റ്റൗ ടോപ്പിലും ഇൻഡക്ഷനിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോഴും നമ്മുടെ ഈ മൺസൂൺ സെയിൽ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഓഫറുകൾ കിട്ടും. അതുകൂടാതെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ 2ന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അപ്പൊ ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കയറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അവരുടെ പുതിയ പ്രൊഡക്റ്റുകളും നേരത്തെ ഉണ്ടായിരുന്നതും എന്നൊക്കെയുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം.
കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നന്നാറിയുടെ ഈ ഒരു വേരുകൾ മേടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 100 ഗ്രാം 100 രൂപക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പലതവണ കഴുകി അതിൻ്റെ അഴുക്ക് എല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ നൈറ്റ് മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ വെള്ളം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നല്ല വെള്ളത്തിലാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ നമ്മൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 25 മിനിറ്റോളം തിള വന്നു കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിൽ ഇടുക. അപ്പം മൊത്തത്തിലൊരു 25 മിനിറ്റ് അങ്ങനെ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിതിനെ അരിച്ചെടുത്തതിന് ശേഷവും അതിനകത്ത് ഇത്തിരി അഴുക്ക് കാണും. അത് ഒന്നുകൂടി ഒന്ന് അടിഞ്ഞ് കൂടിയതിന് ശേഷം വീണ്ടും ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ അഴുക്കെല്ലാം പോയി വരും കേട്ടോ. അങ്ങനെ ഈ ഊറ്റിയെടുത്തത് ഇത്തിരി നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അത് ഒന്നുകൂടി അടിഞ്ഞു വരും. അപ്പോഴേക്ക് ഇതുപോലെ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചിട്ട് ഇത് വീണ്ടും തിളപ്പിച്ച് പഞ്ചസാര ചേർത്തിട്ട് നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഒരു തേൻ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 1/2 ലിറ്ററോളം ഉണ്ട് കേട്ടോ. ഈ സത്ത് മാത്രമായിട്ട് 1/2 ലിറ്ററോളം ഉണ്ട്. ഇതിനകത്തേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/2 ലിറ്റർ പഞ്ചസാര അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കിലല്ല ഞാൻ ചെയ്തേക്കണത്. ഞാൻ ചെയ്ത കണക്കിതാണ്. ഈ ഒരു 1/2 ലിറ്റർ ഉണ്ട്, 1/2 കിലോ പഞ്ചസാര ആ ഒരു കണക്കിലാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് അത് സാവധാനം അത് ചെറുതീലിരുന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് ചെറുതീലിരുന്നിട്ട് ഒന്ന് എല്ലാം കൂടി യോജിച്ച് വരട്ടെ. അപ്പോഴേക്കും പപ്പ ഇത്തിരി മുട്ടയും പഴവും പാലൊക്കെ മേടിക്കാനായിട്ട് പോയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ റൂബിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണമല്ല കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ റൂബി ഒന്ന് നോക്കി എന്നിട്ടാണ് എന്ത് സാധനങ്ങൾ മേടിച്ചാലും പപ്പ അവളെ കാണിച്ചിട്ടേ അങ്ങോട്ട് മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കാണിച്ചൊക്കെ കൊടുത്തിട്ട് മാറ്റി വെച്ച് പോയ കാര്യങ്ങളൊക്കെ പറയണേ. പിന്നെ ഇതിനകത്തുള്ള പഞ്ചസാര ക്രിസ്റ്റലായി പോകാതിരിക്കാനായിട്ട് നമ്മളൊരിത്തിരി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു അരമുറി മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തേൻ പോലെ ആയി വരും കേട്ടോ. ആദ്യം നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ചൂടോടുകൂടി ഇത്രയും തേൻ പോലെ ആയിരിക്കില്ല. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് തേൻ പോലെ ആകും. അപ്പം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നല്ല കോഫി കളറിലാണ് കിട്ടിയേക്കുന്നത്, നല്ല തിക്കായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മുടെ നന്നാറിയുടെ, അത് മൊത്തം നമ്മൾ ഇങ്ങനെ വേവിച്ച് എല്ലാം എടുത്തേക്കണോണ്ട് തന്നെ ഇതിന് ഭയങ്കര ഫ്ലേവറും ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിനേലും വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ ആ ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് ഒന്ന് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുപ്പിയിൽ ഒഴിച്ചതിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ അത് അവിടെ ഇത്തിരി വെള്ളത്തോടുകൂടി അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് കസ്കസ് വിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എനിക്കൊന്ന് എടുത്ത് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഐസ് വിട്ട് ഇത്തിരി സിറപ്പ് മാത്രം ഒഴിച്ചിട്ട് ബാക്കി ആ പാത്രം കഴുകിയ സിറപ്പുണ്ട് അത് കൂടിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഞാനത് തീർത്തെടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോണേ. കാരണം റിച്ചാർഡിനൊക്കെ ഇത് മറ്റേ സോഡയുടെ കൂട്ടത്തിൽ നമ്മുടെ സോഡ സർബത്തായിട്ട് കൊടുത്താൽ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ റോജറിനോട് പറഞ്ഞപ്പോൾ റോജറിന് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കുപ്പി അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് ഇത്തിരി ഞാൻ എടുത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നാറി സിറപ്പിൻ്റെ കാര്യം ചെയ്ത് കാണിച്ചത് ഇന്നത്തെ ദിവസത്തിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചെയ്താണ് ഞാനത് തീർത്തത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഞാനിത് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ടായി. കാരണം ഒരു 25 മിനിറ്റൊക്കെ അത് വേവണ നേരം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പോയിട്ട് കുളിച്ചിട്ട് വരാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്നിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അത് ഒന്നിച്ചിട്ടാണ്. കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു നന്നാറി സിറപ്പിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഞാൻ ഇട്ടത് ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഇടിയപ്പത്തിനേക്ക് നമ്മൾ ചോറ് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അടിച്ച് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് എടുക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഞാൻ ചെയ്തൊരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഇട്ട് കുഴച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഇത് എണ്ണയും കൂടി ഇട്ട് കുഴച്ച്, അപ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളാതെ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് കുറേയും കൂടി ഇടിയപ്പം ഇങ്ങനെ തണുത്ത് പോയാലും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് ഇത്തിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൊണ്ടേന്ന് ഇറങ്ങാത്ത പോലെ തോന്നാറുണ്ട്. ഇത് ഉണ്ടാക്കിയവർക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയണം. ചൂടോടുകൂടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ഒന്നിച്ചായി ഒരു കുഴപ്പമില്ല, അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാനിത് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തൊണ്ടേന്ന് ഇറങ്ങാത്ത ഒരു ഫീല് വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളവരാരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല, അവരൊക്കെ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഞാനാണ് കുറച്ചധികം ലേറ്റായിട്ട് കഴിച്ചത്. അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ വേഗം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഇടയ്ക്കിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചോറ് ബാക്കി ഉണ്ടാകുന്നതുകൊണ്ട് ആ ചോറ് അരച്ച് ചേർത്ത് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇടിയപ്പം പാലും കൂടി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് ഈ 2 കപ്പ് പൊടിയുടെ ഇടിയപ്പം കറക്റ്റായിട്ട് വരും കേട്ടോ. എല്ലാവരും ഒരു 5-6 വെച്ചിട്ടൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനി തേങ്ങ ഞാൻ ചിരണ്ടിയൊക്കെ എടുത്ത് വന്ന് അടിച്ചെടുത്താണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിടും ആദ്യം തന്നെ, എന്നിട്ട് പിഴിഞ്ഞാലേ പാല് വരുവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഏതായാലും തേങ്ങ ഇരണ്ടി പിഴിഞ്ഞ് അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പാത്രത്തിൽ ഞാൻ ഓണപ്പാചകമാണ് ചെയ്യണത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കറികളുടെ കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് പഴം പുളിശ്ശേരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ പാത്രത്തിലോട്ട് പച്ചമുളക് കീറിയതും, ഏത്തപ്പഴം നല്ല പഴുത്ത 2 ഏത്തപ്പഴം, കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ഏകദേശം 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ പോകാം. കാരണം അത് നന്നായിട്ട് പഴം വെന്ത് ഉടയണം, അതുവരെയും നമുക്കത് വെച്ച് വേവിക്കാം. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഹോളുണ്ടല്ലോ അത് ശരിക്കും അപ്പുറ സൈഡിൽ തന്നെ വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ആവി ഇടിക്കും, കൈ പൊള്ളൂ കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്. നമ്മൾ ഹോള് അപ്പുറത്തെ സൈഡിൽ തന്നെ വെക്കണം. അപ്പോൾ കൈ പൊള്ളയില്ല, കൂടുതലുള്ള ആവി പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സിമ്മിലിട്ടിട്ട് ഞാനവിടെ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ തേങ്ങ ഞാൻ 1 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ ആയതുകൊണ്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയായിട്ടത് കേട്ടോ. പിന്നെ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് കേട്ടോ. പിന്നെ നമ്മളുടെ പഴം വെന്തത് ഒന്ന് ഉടച്ചെടുക്കണം. മുഴുവനും വേണമെന്നുണ്ടെങ്കിലും നല്ല കുഴമ്പ് പോലെ ഉടച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യണ പോലെ കുറച്ച് പീസസ് കിടക്കുന്ന രീതിയിൽ ഉടച്ചെടുക്കാം. അപ്പോൾ എനിക്ക് പഴം ഓരോ പീസ് കടിക്കണതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഉടച്ചിട്ടില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അത് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചൂട് കയറ്റി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ജാറൊന്ന് കഴുകിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കുക. ഇതിരിക്കും തോറും കുറച്ചും കൂടി തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്തിരി തിക്കായിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം ഇത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ ഇത് ഒറ്റക്ക് തന്നെ ഞാൻ കഴിച്ചു തീർക്കേണ്ട സാധനങ്ങളോട് ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാടും കൂടി ലൂസാക്കിയിട്ടില്ല. ഇങ്ങനെ തിക്കായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്കിത് തന്നെ കഴിക്കാനും പറ്റും. ആരും കഴിക്കില്ലല്ലോ, അപ്പോൾ ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത്തിരി തിക്കായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവ. എനിക്ക് ഉലുവയുടെ ടേസ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ കൂടുതൽ ഉലുവ ഒരു 3 ആ ചെറിയ സ്പൂണിൽ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കടുക് 2 സ്പൂൺ ഇട്ടിട്ടുണ്ടാകുന്നുള്ളൂ. വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇത്തിരി കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവറെല്ലാം അതിലേക്ക് അങ്ങോട്ട് ആയതിന് ശേഷം മാത്രം തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചിലവർ ഇത് പഴം കാളെന്ന കുറുക്ക് കാളെന്ന അങ്ങനെ പറയുവാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതായാലും ഞാൻ പുളിശ്ശേരി കണക്കിലാണ് ഈ വെച്ചേക്കുന്നത്. ഞാൻ കാളനൊന്നും അങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അതവിടെ മൂടി വെച്ചേ. ഇനി നമ്മുടെ പുതിയ പാത്രത്തിലേക്ക് നമ്മുടെ ഫ്രൈ പാൻ ഉണ്ടല്ലോ, ഫ്രൈ പാനിലേക്ക് അപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടേക്കണേ ഒരു കബാബ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. റിച്ചാണ് ഇത് ഒന്നും അത്ര ഇഷ്ടമില്ലാത്ത സംഭവമാണല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇതൊരു കബാബ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കബാബിൻ്റെ മസാലകളുകൊണ്ട് തന്നെ അതിനകത്തേക്ക് വെറുതെ മസാല ഇട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണമെന്ന് അത് മറന്നുപോയി പിന്നീടായിട്ടത്. പിന്നെ ഇത്തിരി കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പ് ഇതിന് ഉണ്ട്. ഈ മിക്സിൻ്റെ അകത്ത് ഉപ്പുണ്ട്. ഉപ്പ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുനാരങ്ങ നീരാണ് ഞാൻ നേരത്തെ ഇട്ടത്. കാരണം അത് ഞാൻ പിഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വേറെ ചെറുനാരങ്ങ പിഴിയാനായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് ചിരണ്ടിയിട്ട് കുറച്ചിട്ടതാണ്. തൈര് തീർന്നുപോയി. ഇപ്പോൾ ഞാൻ കാളനുണ്ടാക്കിയപ്പോൾ തൈര് തീർന്നുപോയി. അതുകൊണ്ട് തൈര് ഇടാൻ പറ്റിയില്ല. തൈരും കൂടി ചേർക്കണം. എന്നിട്ട് നമ്മളുടെ ഈ പുതിയ പാത്രമില്ലേ, നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ നമ്മൾ തുണി കൊണ്ടോ എന്തെങ്കിലും തുടച്ച്
ഇപ്പം ഞാനൊരു 3 ടിഷ്യൂ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 3 ടിഷ്യൂ എടുത്ത് തുടച്ച് കഴിഞ്ഞ് 4ാമത്തെ ടിഷ്യൂ ആണിത്. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കറയൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ അത് കഴുകിയെടുത്തതിന് ശേഷം, വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചൂടാക്കിയിട്ട് എണ്ണ പുരട്ടിയിട്ട് തുണി കൊണ്ട് തുടച്ച് ആ ഒരു കളറ് മാറുന്നവരെ ഒന്ന് തുടക്കുക. പിന്നെ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് തുടച്ച് വേണം എടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് പഴകിയിട്ട് ചിലപ്പോൾ ഇരുമ്പിൻ്റെ കറ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ തന്നെ അത്രയും സ്മൂത്തായിട്ടുള്ള പാത്രമാണ് അത്. നിങ്ങൾ ആ ഫ്രൈ ചെയ്തത് ഞാൻ മാറ്റിയപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരു തരി പോലും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴും നല്ലപോലെ ചൂടായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. ചൂടാകാതെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊന്ന് ഇങ്ങനെ ഒന്ന് സ്ലിറ്റാക്കിയിട്ട് 4 പീസാക്കിയിട്ട് ഇട്ടാം നീളത്തിൽ. പച്ചമുളക് പിന്നെ വേപ്പിലയും ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ പഴംപുളിശ്ശേരി ഒന്ന് കാളെന്ന എന്തുവേണമെങ്കിലും പറയാട്ടോ, ഞാൻ പുളിശ്ശേരിന്ന് ഉദ്ദേശിച്ചാണ് വെച്ചേക്കുന്നത് പുളിശ്ശേരി എന്ന് പറയണത്. പുളിശ്ശേരി ഒന്ന് ഇളക്കി മറ്റേ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ പുതിയ പാത്രത്തിലെ പാചകം. അപ്പോൾ ഇത് ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോൻ്റെ ഇടയിൽ ഈ 2 പാചകം ചേർത്താണ്. ഇന്നത്തെ ദിവസത്തെ റുട്ടീനിൽ ഈ ഒരു പാചകം ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയ പാത്രം കാണിക്കുമ്പോൾ അതിനകത്ത് പാചകം ചെയ്ത് കാണിക്കണമെന്ന് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓണത്തിൻ്റെ ഒരു ഡിഷാകട്ടെ എന്ന് ചോദിച്ചു. കാരണം നമ്മൾക്ക് ഇവിടെ ഓണത്തിൻ്റെ ഡിഷുകളൊന്നും നിങ്ങളെ കാണിക്കാനോ എനിക്കിവിടെ ചെയ്ത് കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവർക്ക് ആർക്കും വേണ്ട. പിന്നെ ഞാൻ ഇരട്ടി പണി എടുക്കണ്ടേ, ഇവർക്ക് വേണ്ടതും ഉണ്ടാക്കണം, എനിക്ക് വേണ്ടിയിട്ട് ഈ ഓണപ്പാചകവും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഏതായാലും പുതിയ പാത്രം കിട്ടിയ സ്ഥിതിക്ക് അതിനകത്ത് ഓണപ്പാചകം തന്നെ ആദ്യം ചെയ്യാമെന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തേക്ക് കൊട്ടയിലൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ മുട്ട പൊട്ടിയിട്ടുണ്ടാകുന്നൊക്കെ നോക്കാൻ അതൊക്കെ ഒന്നെടുത്ത് തുറന്ന് നോക്കി. ഇപ്പോഴായിട്ട് അങ്ങനെ പപ്പ കൊണ്ടുവരുമ്പോൾ പൊട്ടണില്ല. നേരത്തെയൊക്കെ 5-6 മുട്ട വരെ പൊട്ടിച്ചിട്ടൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പൊട്ടാതെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുള്ള ദിവസമാണ്. കാരണം ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം അറിയാമല്ല, ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം കഴുകി അതെല്ലാം വെച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കൂടുതൽ പാചകങ്ങളില്ലാത്ത ദിവസമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഈ ചാള വറുക്കൽ, തലേദിവസത്തെ ചാള തിളപ്പിച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ആ ചാറിൻ്റെ പ്രശ്നമില്ല, അത് റയനും പപ്പക്കും കൊടുക്കാം. പിന്നെ റയന് ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കൊടുക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും ഒക്കെ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂബിയുടെ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്കിയുള്ള ചാള തിളപ്പിച്ചത്. അപ്പോൾ അത് ഫ്രഞ്ച് ഫ്രൈസും അതെല്ലാം ഒന്ന് വറുത്ത്, പിന്നെ ചാള വറുത്തതും, പിന്നെ റിച്ചാർഡിന് മുട്ട പൊരിച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അവന് മുട്ട പൊരിച്ചതും, അപ്പോൾ റയനും മുട്ട പൊരിച്ചത് കുറച്ച് കൊടുക്കുക. അപ്പോൾ അവൻ അങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ എളുപ്പ പണിയാണല്ലോ, എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളല്ലേ, ഇട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ചാളയാണെന്നുണ്ടെങ്കിൽ വെട്ടി ഫ്രീസറിൽ വെച്ചത് ഞാനിപ്പോൾ എടുത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തവയുണ്ടല്ലോ, മീൻ വറുക്കാൻ അടിപൊളിയാണ്. അതിനകത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, മീൻ വറുക്കാം, എല്ലാം ചെയ്യാം. ദോശ ഉണ്ടാക്കാം. പിന്നെ ചില ആളുകൾ ദോശ ഉണ്ടാക്കുന്ന പാനിൽ വേറൊന്നും ചെയ്യില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ദോശ തവകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ മീൻ വറുക്കാൻ വേണ്ടി എടുത്ത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നടുക്ക് ഇങ്ങനെ എണ്ണ കിടക്കും, സൈഡിലേക്ക് ഒഴുകി പോകില്ലല്ലോ. അത് മാത്രമല്ല ഇത് കാസ്റ്റ് അയണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നോൺ സ്റ്റിക്കിലൊക്കെ കിട്ടണ പോലെ കിട്ടും. പണ്ട് ഞാൻ ഈ മീൻ വറുക്കുന്ന സമയത്തെ താഴെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് മീൻ പൊടിഞ്ഞു പോകും വറുത്തെടുക്കുമ്പോഴേ. നമുക്ക് ഇതുപോലെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ ആയതിനു ശേഷമാണ് എൻ്റെ മീൻ വറുത്തതൊന്നും ഒരെണ്ണം പോലും പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണത്. നിങ്ങൾക്കും കാണുമ്പോൾ അറിയാമല്ല, ഒരു മീൻ പോലും പൊടിഞ്ഞു പോകാറുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അത് പാത്രങ്ങൾ നല്ലതാണെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ മീനിൻ്റെ കേടാണെന്നൊന്നും പറയാൻ പറ്റില്ല. മീൻ ഇങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകും. അതുപോലെ ഈ ഒരു ഫ്രൈ പാൻ കണ്ട മുട്ടയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഒരു തരി പോലും താഴെ ഒട്ടിപ്പിടിക്കാതെ അല്ലേ, നോൺ സ്റ്റിക്ക് പോലെ തന്നെയല്ലേ തോന്നുന്നത്. അപ്പോൾ മുട്ട പൊരിക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊങ്ങി ഇത്തിരി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങനെ മൂടി വെച്ച് വറുക്കുക. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയായി. സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. റിച്ചാർഡിന് എന്ത് സാധനങ്ങൾ കഴിക്കുമ്പോഴും കുറച്ച് സവാള അരിഞ്ഞത് കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മീൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാള അങ്ങോട്ട് ഇട്ടാണ്. പപ്പയ്ക്ക് ഇഷ്ടമാണ് സവാളയും കൂട്ടിയിട്ട് മീൻ വറുത്തത് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ മീൻ വറുത്തതും സവാളയും കൂടി കൂട്ടി ഇങ്ങനെ ഒന്നിച്ച് കഴിച്ച് നോക്കട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇല്ലേ, ഇനി മുന്നോട്ട് നമ്മളുടെ റൂബിയുടെ കുറച്ച് കളികൾ മാത്രമാണ് ഉള്ളത്. കാരണം ഈ ഇൻഡസ് വാലിയുടെ ഈ ഒരു കാർട്ടൂൺ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും റയനുള്ളത് കൊണ്ട് അവൾ അതിനകത്തൊക്കെ കയറ്റിയിട്ട് കളിപ്പിക്കുന്നതാണ് മുന്നോട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ അത്
കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. കൊച്ചിന് മജീഷ്യനാകാൻ നോക്കണുണ്ട്, തല മാത്രമേ ഉള്ളു, കൊടെല്ലാം പോച്ച്. മുത്തമ്മേ ആമിടെ മുത്തെവിടെ ഇരിക്കണം പിന്നെ പെട്ടി വെക്കിയ ഒരാളവിടെ തന്നെ ഇരിക്കും. പെട്ടു അതെ, അടി പോയി കിടക്കണേ പെട്ടിട. മുത്തമ്മേ അത് ഇഷ്ടമാ കൊച്ചിന്. അതെന്താണ് പുറകോട്ടൊന്ന് വീടാ മറഞ്ഞു വെക്കല്ലേടാ, കാണിട്ടടാ കുഞ്ഞൻ. കൊണ്ടുപോ എടാ, ബ്രേക്ക് ഇട്ട് കൊച്ചിനെ അങ്ങോട്ടും കണ്ണി കുത്തിക്കൊള്ളൂടാ. അച്ഛോ എടാ ബ്രേക്ക് ഇടരുത്, കൊച്ചിന്റെ മുഖം കുത്തി ഇടിച്ചു കൊള്ളണണ്ടാടാ. മുന്നോട്ട് ബ്രേക്കിട്ടട, ഇവ മുന്നോട്ട് ഓടിച്ചിട്ട് കൊച്ചിന്റെ മുഖം ഇടിച്ചു കൊണ്ട് നിന്നടാ കുഞ്ഞന്റെ. കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് പണിയാടാ കാണിച്ചത് കുഞ്ഞനെ. ഞാനേ എന്തെന്നറിയോ, ഇതിന്റെ അകത്തിട്ട് ഗ്രില്ല് ചെയ്യും. അതിനെനക്ക് കുറച്ച് വിഷമിക്കണടാ, കഥക്കാൻ തുടങ്ങിയടാ. കൊച്ചിറങ്ങിക്കോ വേണ്ടന്ന് അടിഞ്ഞമ്മ മുഖം ഇടിച്ചുകൊണ്ട് അവിടെ ഇട്ട് ചേട്ടന് ഇടിപ്പിച്ച. ഇങ്ങനെ തെറിച്ചു പോയാ കൊച്ചി. കൊച്ചിന് ഇങ്ങോട്ട് വലിക്കരുത്, പുറകോട്ട് വലിച്ചാല് കൊച്ചി ബാക്ക് സൈഡ് ഇടിച്ചു കൊള്ളുള്ളൂ. ഇത് അമ്മനെ അങ്ങനെ കാണണ്ട, അവിടെ കഴിച്ചോടിയണ വരെ തിരിയണ്ട. എടാ കുഞ്ഞിന് അമ്മനെ കാണണോണ്ട കുഞ്ഞിന്. തട്ടുമോ താഴെ പോകു, പേടിക്കണണ്ടാ. അനിമോ ഇറങ്ങാൻ പോലെടാ കുഞ്ഞ്. അമ്മയുടെ മുത്തു അമ്മയുടെ പൊന്നിങ്ങോട്ട് പോര്, മമ്മിയുടെ അടുത്ത് പോര്. മമ്മിയുടെ മോൻ ഇങ്ങോട്ട് പോയി. എടാ കൊച്ചിനെ ചരിച്ചു കൊടുക്കടാ. കൊച്ചിനെ ചരിച്ചു കൊടുക്ക്. കയ്യൊക്കെ അമർത്തി പിടിച്ചേക്കണേ, പതിയെ ചരിച്ചു കൊടുക്ക്. കൊച്ചിറങ്ങട്ടെ. ഇനി ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങി ചാടി വാങ്ങിച്ചു. കൊച്ചു വന്നപ്പില്ലേ ഇതുപോലത്തെ ബോക്സിലാണ് കൊച്ചി കിടന്ന് വെച്ചത്. മണക്കണേ എണ്ണത്തോണിപ്പെട്ടിടകത്തുനിന്ന് വന്ന ആളാണ്. എണ്ണത്തോണിയാ അതിനിഷ്ടപ്പെട്ടിടാ. കൊച്ചിന് കയറിയത് നോക്കാന്നൊക്കെ ഓർത്തതാണ്. കുഞ്ഞിപ്പേ അതില് ചവിട്ടിയിട്ടാണ് ഓടാൻ നോക്കണത് അല്ലേ? കൊച്ച് അത് കാലം അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു കൊടുക്കണോടാ. കുഞ്ഞ് അതിൽ തട്ടിയാണ് ഓടാൻ നോക്കണത്. എടാ കൊച്ചിന്റെ അത് കാലുടക്കി കിടക്കുന്നത്. അത്രക്കും പ്രാന്ത് പിടിച്ച മുഖം ഞാൻ ജന്മത്ത് കണ്ടിട്ടില്ല. കളിപ്പാട്ടുള്ളത് തളർന്നടാ, പെട്ടെന്ന് തളരും കൊച്ചു. പ്രായം ഇല്ലടാ. വയസ്സിയുടെ തലക്കൊരു കുഴപ്പമില്ല. അതല്ല ഷൂട്ടപ്പ് പിന്നെയും കേറി കൊച്ചിനെ പാക്ക് ചെയ്തിട്ട് നമുക്ക് വല്ലയിടത്തും വിട്ടുകൊടുക്കാം. അങ്ങ് താത്തുക. അതന്നെ ഇരുന്ന് ആളെ സെറ്റായി. ഇഷ്ടപ്പെട്ടടാ. വലിക്കെന്നാണ് പറഞ്ഞത്, വേറൊന്നുമല്ല. എന്നെ കൊണ്ട് വലിപ്പിച്ച് എന്നെ വലിയ രോഗിയാക്കുള്ളൂ. ഇഷ്ടപ്പെട പുറകോട്ടാക്കാന്നിട്ടാ മുന്നിടിക്കേ.
ഇഷ്ടപ്പെട്ട് എക്സ്പീരിയൻസ് ആയല്ല. ഇപ്പൊ റിച്ചാർഡ് ഡ്രൈവ് ചെയ്യുമ്പോ റൂബി കാറിൽ ഇരിക്കൂലേ, അത് പറഞ്ഞ പോലെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇരിക്കണത്. എടാ ഇന്നലെ കാറകത്തേക്കിടുമ്പോ റൂബി ഞാനും കാറില് ഇരുന്നില്ലേ, അപ്പൊ റൂബി റിച്ചാർഡാണെന്ന് മനസ്സിലായപ്പ ചന്തി കയറ്റി ബാക്ക് ചാരിമേലേക്ക് വെച്ചിട്ടില്ലേ ഡ്രൈവ് ചെയ്യണത് ശ്രദ്ധിച്ചിരിക്കണം. ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും കഷ്ടത്തിൽ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. എടാ കുഞ്ഞനെ അങ്ങനെ ആക്കല്ലടാ, തിരിച്ചു വെക്കടാ കുഞ്ഞനെ. കോട്ടയത്തിട്ട് പോണേണ് വേണ്ട രാജാക്കന്മാരൊക്കെ അടിമകള് കൊണ്ടുപോയില്ലേ, ആ വൈബാണ് വെച്ചിരി. മമ്മി അങ്ങനെ ചെയ്യൂല ഏട്ടാ, മമ്മി അങ്ങനെ ചെയ്യൂല, ചേട്ടൻ ചെയ്യണ പോലെ. കൊച്ചിന് ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടു. കൊച്ചിപ്പോ മനസ്സിലായി. നോക്ക്, ചന്തി കയറ്റി വെച്ചേക്കണേണ് വീഴാതിരിക്കുന്നുണ്ടോ. അത് വേണ്ടടാ, കൊച്ചൊരു സാധനം പഠിച്ചു കഴിഞ്ഞപ്പോ അത് തന്നെ ചെയ്യണം. വേണ്ടടാ, കൊച്ചില്ലേ ചന്തി കയറ്റി വെച്ചിരിക്കണേണ്. ഇനി അവന്റെ കളി എന്റെ അടുത്ത് നടക്കൂലെന്ന്. കൊച്ചിനെ പെട്ടി വാക്കിയട്ടെ. പോരട്ടെ പോരട്ടെ. കൊച്ചിന്റെ പെട്ടി വാക്കിയത് ആ സ്ഥലോട്ടെ ഇവക്ക് എടുത്ത് ഒട്ടിച്ച് വെക്ക്. അവിടെ കിടക്കട്ടെ. കൊച്ചിപ്പോ ഉയർത്തെഴുന്നേറ്റ് വരും. വന്നുണ്ട് വേണ്ട, പെട്ടി തുറന്നപ്പോ അത് തന്നെ. കൊച്ചിന്റെ തള്ളനാണോ കൊച്ചിനെ? എങ്ങോട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അവിടെ മുത്തേ കുഞ്ഞു പിള്ളേരെ പോലെ ഇരിക്കണേണ്. ഞാൻ കയറ്റി വെച്ചേക്കണാണ്. ചന്തിയുടെ ഭയങ്കര ബുദ്ധിയാടാ. ചന്തി കാറിലിരിക്കണ പോലെ തന്നെ കയറ്റി വെച്ചേക്കണേണ്. ബ്രേക്ക് എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പം ഇവന്മാരെ യാത്ര ചെയ്യണം ഇഷ്ടമാണ്, അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം അതനുസരിച്ചിരിക്കണേ. ഇനി പുറകോട്ട്. ഇനി മുൻപോട്ട് മമ്മി ഉണ്ട്. അതെന്തു പറ്റി? മര്യാദക്ക് ഇരുന്നതാണല്ലോ. അത് പുറകോട്ട് മാത്രമുള്ള പ്രശ്നമില്ലാത്തത്. പേടിച്ച് 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 ഇറക്കി വിട്ടേക്കാടാ കൊച്ചിനെ. കൊച്ചിനെ ലാൻഡ് ചെയ്യോ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യട്ടെ. അതന്നെ അങ്ങനെ കടി കമത്തിക്കുള്ളൂ. അത് പൊന്നുമ്മേ പൊന്നുമ്മ അമ്മമാര് വന്നോ? പൊന്നുമ്മ ആരാണ് പൊന്നുമ്മ അമ്മമാര്? അമ്മമാര് വന്നോ? എല്ലാ ചവറും വീണ്. അമ്മമാര് വന്ന പൊന്ന, അമ്മമാര് വന്ന. വേണ്ട വേണ്ട, കൊച്ചു കളിക്കണേടാ, കുഞ്ഞ് കളിക്കണേടാ. വേണ്ടടാ, മൂടിയൊന്നും വേണ്ട. വേണ്ട 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 റിച്ചാർഡ്, വേണ്ട വേണ്ട. അവിടെ കളിക്കണേണ് കളിക്കണേണ്. ഇപ്പൊ മൂടല്ലേ, കളിക്കണേണ്. അഴുത്താക്കിയിട്ട് നിന്ന് ചാടുന്ന അവിടെ മുത്ത് വന്ന് പാർക്ക് ചെയ്തേക്കണം.
ചവർമ്മത്തിൽ ഇതിന്റെ അകത്തിട്ടുണ്ട് ഇനി കൊച്ചും കൂടെ